നമസ്കാരം. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം, അവിടെ 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ, ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ചരിത്രവും പ്രത്യേകതയും. 5 മിനിറ്റ് PSC മാസ്റ്റർ ക്ലാസ്സിൽ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളെക്കുറിച്ചാണ്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്ന സ്ഥാപനം ഏതാണ്? അത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് 1953 എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്, അല്ലേ? അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ത്യയിലെ നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്ന സ്ഥാപനമാണ് ഏത്? കേന്ദ്ര സംഗീത നാടക അക്കാദമി. ഇന്ന് ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ 8 എന്നാണ്. അതിലാദ്യം പറയേണ്ടത് കഥകളിയെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഏത്? കഥകളി. കഥകളിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ 2 വ്യക്തിത്വങ്ങളെ പരിചയപ്പെട്ടു വയ്ക്കണം. കഥകളിയിലെ അറിയപ്പെടുന്ന നടന്മാരാണ്. ഒന്ന് കലാമണ്ഡലം കൃഷ്ണൻ നായർ, വേറൊന്ന് കലാമണ്ഡലം രാമൻകുട്ടി നായർ. ഇനി അവിടെ വേറൊരാളെ കുറിച്ച് കൂടി പരിചയപ്പെട്ടു വയ്ക്കുന്നത് നല്ലതാണ്. കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലം ഹൈദരാലി ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഏതിനെക്കുറിച്ചാണ്? കഥകളിയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപം, കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപം. കേരളത്തിൽ നിന്ന് മറ്റൊരു ക്ലാസിക്കൽ നൃത്തരൂപം കൂടിയുണ്ട്. അത് നിങ്ങൾക്കറിയാം, മോഹിനിയാട്ടമാണ്. ഏതാണ്? മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരാളെ പരിചയപ്പെട്ടു വയ്ക്കണം. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ശാസ്ത്രീയ നൃത്തരൂപങ്ങളെ കുറിച്ച് പരിചയപ്പെട്ടു. രണ്ടും കേരളത്തിൽ നിന്നുള്ളതാണ്, കഥകളിയും മോഹിനിയാട്ടവും. ഇനി അടുത്തത് ഭരതനാട്യമാണ്. മൂന്നാമത്തെ നൃത്തരൂപം ഭരതനാട്യം, അല്ലെ? ഭരതനാട്യം തമിഴ്നാടിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് എന്ന് നിങ്ങൾക്കറിയാം, അല്ലെ? അവിടെ ചില പേരുകൾ നിങ്ങൾ ഇതുപോലെ പഠിച്ചു വയ്ക്കണം. ഒന്ന് മൃണാളിനി സാരാഭായ്, വേറൊന്ന് പത്മ സുബ്രഹ്മണ്യം, വേറൊന്ന് യാമിനി കൃഷ്ണമൂർത്തി. മൃണാളിനി സാരാഭായ്, പത്മ സുബ്രഹ്മണ്യം, യാമിനി കൃഷ്ണമൂർത്തി എന്നിവർ ഏത് നൃത്തരംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഏതുമായിട്ടാണ്? ഭരതനാട്യം എന്ന് പറയുന്ന ക്ലാസിക്കൽ നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ക്ലാസിക്കൽ നൃത്തരൂപത്തിലോട്ട് വരാം. അത് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിൻ്റെ ശാസ്ത്രീയ നൃത്തരൂപമാണ്? നിങ്ങൾക്കറിയാം, അത് ആന്ധ്രാപ്രദേശിൻ്റെ ശാസ്ത്രീയ നൃത്തരൂപമാണ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. രാജാ റെഡ്ഡി, രാധാ റെഡ്ഡി ദമ്പതിമാരാണ്. രാജാ റെഡ്ഡി, രാധാ റെഡ്ഡി ദമ്പതിമാർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായിട്ടുള്ള ഏതുമായിട്ടാണ്? കുച്ചിപ്പുടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് 5ാമത്തെ ക്ലാസിക്കൽ നൃത്തരൂപം, അതാണ് കഥക്. ഏത്? കഥക്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ്. ഈ അടുത്ത കാലത്തും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്. കഥക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കലാകാരനെ ഓർത്തിരിക്കണം, ബ്രിജു മഹാരാജ്. ബ്രിജു മഹാരാജ് കഥക്കുമായി ബന്ധപ്പെട്ട കലാകാരനാണ്. അതുപോലെ ഒരു കലാകാരിയെ കൂടി ഓർത്തു വയ്ക്കണം, കുമുദിനി ലാഖിയ. കുമുദിനി ലാഖിയ ഏത് കലാരംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം പ്രതീക്ഷിച്ചോണം. കറണ്ട് അഫയേഴ്സ് ഭാഗത്തും ആ ചോദ്യം ചോദിക്കാൻ കൊള്ളാം. അത് ഏത് രംഗമാണ്? കഥക് എന്ന് പറയുന്ന നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 5 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഒഡീസി എന്ന് പറയുന്ന ക്ലാസിക്കൽ നൃത്തരൂപത്തിലോട്ട് വരാം. 6ാമത്തേത് ഒഡീസി എന്ന് പറയുന്ന ക്ലാസിക്കൽ നൃത്തരൂപമാണ്. അതിൻ്റെ കാര്യം പറയുമ്പോൾ ഒരാളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു വയ്ക്കണം, കേളു ചരൺ മഹാപാത്ര. കേളു ചരൺ മഹാപാത്ര ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഒഡീസിയുമായിട്ടാണ്. ഇനി മണിപ്പൂരിൽ നിന്നൊരു ക്ലാസിക്കൽ നൃത്തരൂപമുണ്ട്, അതാണ് മണിപ്പൂരി. മണിപ്പൂരിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് മണിപ്പൂരി.
ഇന്ത്യയിലെ ഏറ്റവും ഒടുവിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ സാത്രിയ എന്ന് പറയുന്ന നൃത്തരൂപമാണ്. സാത്രിയ എന്ന് പറയുന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഏത് സംസ്ഥാനത്തിൻ്റെതാണ് എന്ന് ചോദിച്ചാൽ അത് ആസാമിൻ്റെ നൃത്തരൂപമാണ്. അപ്പോൾ ഈ പറഞ്ഞതാണ് 8 എന്താണ് ക്ലാസിക്കൽ നൃത്തരൂപം അല്ലെ. കഥകളിയുണ്ട്, മോഹിനിയാട്ടമുണ്ട്, ഭരതനാട്യമുണ്ട്, കുച്ചിപ്പുടിയുണ്ട്, കഥക്ക്, ഒഡീസി, മണിപ്പൂരി, സാത്രിയ. അപ്പോൾ ഇത്രയും പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും. അപ്പോൾ ബിഹുവോ അല്ലെ, ബിഹു എന്ന് പറയുന്ന ഒരു നൃത്തരൂപത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ബിഹു ശാസ്ത്രീയ നൃത്തരൂപമല്ല, അതൊരു നാടോടി നൃത്തരൂപമാണ്. ആസാമിൽ നിന്നുള്ള നാടോടി നൃത്തരൂപമാണ് ഏത് ബിഹു. അതുപോലെ പഞ്ചാബിൽ നിന്നുള്ള നാടോടി നൃത്തരൂപമാണ് ഭാംഗ്ര. പഞ്ചാബിൽ നിന്നുള്ള നാടോടി നൃത്തരൂപമാണ് ഏത് ഭാംഗ്ര. ഗുജറാത്തിൽ നിന്നുള്ള നാടോടി നൃത്തരൂപമാണ് ഗാർബ. ഗുജറാത്തിൽ നിന്നുള്ള നാടോടി നൃത്തരൂപമാണ് ഗാർബ. ഈ അടുത്ത കാലത്തും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. രാജസ്ഥാനിൽ നിന്നുള്ള നാടോടി നൃത്തരൂപമാണ് ഘൂമർ. രാജസ്ഥാനിൽ നിന്നുള്ള നാടോടി നൃത്തരൂപമാണ് ഘൂമർ. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. അപ്പോൾ ഞാൻ 4 നാടോടി നൃത്തരൂപങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് പറഞ്ഞത് ബിഹു ആണ്, ബിഹു ആസാം. ഘൂമർ രാജസ്ഥാൻ. ഭംഗ്ര, ഭംഗ്ര പഞ്ചാബിൻ്റെതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഗാർബ. ഗാർബ ഗുജറാത്തിലെ നാടോടി നൃത്തരൂപമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയം വരും, യക്ഷഗാനമോ? യക്ഷഗാനം ഒരു നൃത്തരൂപമല്ല. അതേസമയം നമുക്കതിനെ എങ്ങനെ പറയാം? നൃത്ത നാടകരൂപം. നൃത്ത നാടകരൂപം. യക്ഷഗാനം എവിടത്തെ നൃത്ത നാടക രൂപമാണ് എന്ന് ചോദിച്ചാൽ കർണാടകയിൽ നിന്നുള്ള നൃത്ത നാടക രൂപമാണ് ഏത് യക്ഷഗാനം. അതുപോലെ തമാശ. തമാശ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള നൃത്ത നാടക രൂപമാണ്. അതുപോലെ നൗതങ്കി. നൗതങ്കി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള നൃത്ത നാടക രൂപമാണ്. ജാത്ര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള നൃത്ത നാടക രൂപമാണ് ഏത് ജാത്ര. അതുപോലെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. തമിഴ്നാട്ടിൽ നിന്നുള്ള നാടോടി കഥാപ്രസംഗ കലാരൂപമുണ്ട്. നാടോടി കഥാപ്രസംഗ കലാരൂപമാണ് ഏത് വില്ലുപാട്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള നാടോടി കഥാപ്രസംഗ കലാരൂപമാണ് വില്ലുപാട്ട്. തിരുവനന്തപുരം ഭാഗങ്ങളിൽ സമാനമായിട്ടുള്ള ഒരു കലാരൂപം വേറെയുണ്ട്, അത് വില്ലടിച്ചാൻ പാട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശാസ്ത്രീയ നൃത്തരൂപങ്ങളെക്കുറിച്ചും നാടോടി നൃത്തരൂപങ്ങളെക്കുറിച്ചും നാടോടി നൃത്ത നാടകരൂപങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിച്ചത്. ഇതുപോലെ കേരളവുമായി ബന്ധപ്പെട്ടും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി വളരെ നല്ല രീതിയിൽ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ സിലബസ് ഭാഗത്ത് കലാ, സാഹിത്യം, സംസ്കാരം, കായികം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഈ കാണുന്നത്. വളരെ ചെറിയ പ്രൈസിൽ ഈ പുസ്തകം നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം. താഴെ കാണുന്ന ഈ നമ്പറിലോട്ട് വിളിക്കുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.